ഇത് കൂടുതലൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു 2 സിനിമകൾ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 2 ഭാഷയിലുള്ള സിനിമകൾ വരുമ്പോഴത്തേക്ക് അതിന്റെ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് കൂടുതലും ഉണ്ടാവുന്നത്. ജോൺ പൊതുവെ പല ആളുകളും വിചാരിക്കുന്ന മലയാളിയാണെന്ന് പലർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നത് ജോണിന്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്ന് മലയാളി ആണോ അല്ലയോ എന്നുള്ളത് നമുക്കൊരു, അതായത് ഒരു പാൻ ഇന്ത്യൻ ആക്ടർ ലുക്ക് ഉണ്ട്. പിന്നെ ഒന്ന് വില്ലനും അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാരക്ടറിനും പറ്റുന്ന ഫേസ് ആണ്. അല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിരുന്നു. കാരണം എല്ലാം ഈ പറഞ്ഞ ഭയങ്കര നെഗറ്റീവ്. ഇപ്പൊ മാൻമേല് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് കുറെ പരിപാടി, അങ്ങനത്തെ ഒരു പരിപാടികൾ മാത്രം വന്നു, ചെറുതും വലുതായിട്ട്. സിദ്ധാർത്ഥാണെങ്കിൽ ഇപ്പോ പോലീസ് ചെയ്തിട്ടില്ല. കാര്യം മേ ബി എന്റെ ഒരു ഫിസിക്ക് വെച്ചിട്ട് ഒരിക്കലും പോലീസ് വരാൻ സാധ്യത ഇല്ലാത്തൊരു മേഖലയാണ്. അപ്പൊ ബേസിക്കലി ശരിക്കും സിദ്ധാർത്ഥ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ആണോ ആക്ടിംഗ് ആണോ കൂടുതൽ സീരിയസ് ആയിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്? സീരിയസ്നെസ്സിന് കുറവൊന്നുമില്ല. ആക്ടിങ് ഞാൻ വളരെ സീരിയസ് ആയിട്ട്. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുമല്ലോ. അതെ, അല്ല എനിക്ക് ഇഷ്ടം ഒബിയസ്ലി ഡയറക്ഷൻ തന്നെയാണ്. എനിക്ക് നപ്സ്റ്റിക് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം 2016 വളരെ പ്രത്യേകതയുള്ള ഒരു സിനിമയാണ്. കന്നഡയിലും മലയാളത്തിലായിട്ടാണ് ഒരുക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമ റിലീസ് ആകുമ്പോൾ നമുക്ക് അതിൽ വളരെ പ്രിയപ്പെട്ട 2 പേരാണ് നമ്മളോടുള്ള, സിദ്ധാർത്ഥ് ആൻഡ് ജോൺ. അപ്പോൾ ശേഷം 2016 അല്ലേ മലയാളത്തിൽ, കന്നഡയിൽ ശേഷ. ഓക്കെ, സിദ്ധാർത്ഥ് തുടങ്ങാം. എന്താണത്? പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഒരു ഭയങ്കര ത്രില്ലർ സംഭവമാണ്. പക്ഷേ ഈ പോസ്റ്ററിൽ അവിടെ ഞാൻ സിദ്ധാർത്ഥിനെ കണ്ടില്ല. ആക്ച്വലി ഇത് ഞാൻ പറയാം, ഇത് കന്നഡ അവരടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സിദ്ധാർത്ഥേട്ടനും വേണം, ഡെയിനും വേണം, ശ്രീധേട്ടനൊക്കെ വേണ്ടതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് അടിച്ചെന്ന് മനസ്സിലായിട്ടില്ല. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദ്വിഭാഷ ചിത്രമാണ്, ബൈലിംഗൽ ഫിലിമാണ്. മലയാളത്തിൽ അങ്ങനെ അത്തരം സിനിമകൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്യാം ദത്ത് ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ തമിഴിലും മലയാളത്തിലും കൂടെ ചെയ്ത സിനിമയാണ്. അതെ അതെ അതെ, 2 ഭാഷയിലും കൂടിയാണ്. അതേപോലെ തന്നെ നേരം, അൽഫോൺസ് പുത്രന്റെ നേരം എന്ന് പറഞ്ഞ സിനിമ. കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ മാറ്റി നാസർ സാർ അവിടെ ചെയ്തത്, മനോജ് പണ്ട് ഐവിശേഷ് സാർ ചെയ്തിട്ടുള്ള അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമ, രജനീകാന്ത്, കമൽഹാസൻ 2 ഭാഷയിൽ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാടെന്ന് പറഞ്ഞ പണ്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ USA എന്ന് പറഞ്ഞ രാജീവ് അഞ്ചല്, മാധവനൊക്കെ, ഇതൊക്കെ ബൈലിംഗലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ശ്രേണിയിൽ വരുന്ന സിനിമകളിൽ ഒന്നാണ് ശേഷം അഥവാ ശേഷ എന്നുള്ളത്. അത് മലയാളത്തിൽ ശേഷം എന്നുള്ള പേരിലാണ് ഇറങ്ങുന്നത്. ഇതൊരു ഡബ്ബിംഗ് പടമല്ല, ഇത് 2 വ്യത്യസ്ത സിനിമകൾ ആൾക്കാർക്ക് വരും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മലയാള വേർഷനകത്ത് മലയാള നടന്മാരുണ്ട്, ഈ കന്നഡ വേർഷനിൽ കന്നഡ നടന്മാരുണ്ട്. ഇത് കൂടാതെ ഈ സിനിമയുടെ ഒരു ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഇതൊരു കർണാടക കേരള അതിർത്തിയിൽ നടക്കുന്ന ഒരു സിനിമയായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കന്നഡ ഭാഷയും മലയാള ഭാഷയും ഒക്കെ സൈമിൾട്ടേനിയസ്ലി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് ഇതിനകത്ത് ഉള്ളത്. നിങ്ങൾ 2 ഭാഷയിലും നിങ്ങളുണ്ട്. ഐ മീൻ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് മാത്രം മാറുന്നുള്ളൂ. ഓക്കെ, ഇതില് ജോൺ പോലീസ് ഓഫീസർ ആണ് അല്ലെ? എന്താണ് ഇതിലൊരു എന്താ പറയാ ലുക്ക് കണ്ടിട്ട്? അപ്പൊ അങ്ങനെ ഈ പറഞ്ഞൊരു പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ഒരു സ്റ്റോറി, ഒരു നൈറ്റ് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് ഞാൻ മെയിനാണ്, ചേട്ടൻ മെയിനാണ്, എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എല്ലാവർക്കും അത്രയും സ്പേസ് ഉണ്ട് സ്ക്രീനിൽ, ഏകദേശം എല്ലാവർക്കും ഒരേ സ്പേസാണ്. അപ്പൊ എന്നിലൂടെയാണ് കഥ പോകുന്നെങ്കിലും എല്ലാവർക്കും ഒരേപോലെ. അങ്ങനെ ഹീറോയിസ് ഒന്നും ഇപ്പൊ പടത്തിലില്ല. ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെ പറഞ്ഞ സ്ക്രിപ്റ്റ് തന്നെയാണ്. എങ്ങനെയാ നിങ്ങൾ അതിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയത്? നമ്മളെ തേടി വരുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചത് എന്നെ തേടി വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ ദേവതയും അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത്. അല്ല, ഈ ഒരു കന്നഡ ഡയറക്ടർ ആണല്ലോ. അല്ല, ഈ ഒരു ടീമിന് നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ, അതോ എങ്ങനെയാണ് അവരിവിടെ വന്നത്? അദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു മലയാളത്തില് അന്വേഷിച്ച്, അങ്ങനെ പുള്ളി മലയാള സിനിമകൾ ഒരുപാട് കാണുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പുള്ളി കണ്ടെത്തിയിട്ടുള്ള ആളുകളായിട്ടാണ്
ഞങ്ങളും അതെ രണ്ട് സൈഡിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫേസും പിന്നെ അതുപോലെ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കിയിട്ടാണ്. കാരണം കണ്ടു തോന്നിക്കണം, ഞാൻ കണ്ണടയ്ക്കാനാണെന്ന് തോന്നിക്കണം. അതുപോലെ ചേട്ടൻ അങ്ങനെ തോന്നിക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പറഞ്ഞല്ലേ പുള്ളി അതുപോലെ ഒരുപാട് മലയാളം പടങ്ങൾ കാണുന്നു. അപ്പൊ മലയാളത്തിൽ നിന്ന് പുള്ളി നമ്മളെ പിക്ക് ചെയ്തത്. ശ്രീജിത് രവി അഭിനയിക്കുന്നുണ്ട്, ഡെയിൻ അഭിനയിക്കുന്നുണ്ട്, രാജീവ് പിള്ള അഭിനയിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുറെ ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ നിന്നുണ്ട്. ഇപ്പൊ കന്നഡ സിനിമയാണെങ്കിൽ ഇപ്പൊ ശരിക്കും കന്നഡ സിനിമ ഇപ്പൊ ഒരുപാട് സിനിമകളായി. ഇപ്പൊ കന്നഡയും മലയാളവും ഇതുപോലെ നമ്മൾ KGF-നൊക്കെ ശേഷം കുറെ സിനിമകൾ കന്നഡ നമ്മൾ മലയാളികൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കന്നഡ സിനിമയുടെയും ഒരു റീച്ച് മാറി തുടങ്ങിയിട്ടുണ്ട്. എന്താ അവിടെ നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഒരു കന്നഡ സിനിമ ചെയ്യുന്നത്? അപ്പൊ അവിടെ അഭിനയിക്കുമ്പോൾ ഇപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അവരുടെ ഒരു മേക്കിംഗ് രീതി? നമുക്ക് മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ സാമ്യതകൾ എന്തൊക്കെയാ തോന്നിയിരിക്കുന്നത്? ഇത് കൂടുതലൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു 2 സിനിമകൾ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 2 ഭാഷയിലുള്ള സിനിമകൾ വരുമ്പോഴത്തേക്ക് അതിന്റെ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് കൂടുതലും ഉണ്ടാകുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ KGF ആണെങ്കിലും അല്ലെങ്കിൽ കാന്താര എടുക്കുകയാണെങ്കിലും കാന്താര, അതുപോലെ തന്നെ സൂക്കം എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സൗത്ത് കന്നഡ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. ഈ സിനിമകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഗ്രാമപ്രദേശത്തിന് അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അല്ലെങ്കിൽ ജീവിത രീതികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൾച്ചറൽ ഐക്കൺസിനെ ഭയങ്കരമായിട്ട് കാണിക്കുന്ന സിനിമകളാണ് അതിനകത്ത് വരുന്നത്. അപ്പം അത്തരം സിനിമകൾ ഒരുപക്ഷെ നമുക്ക് ഒരു വടക്കൻ കേരളത്തിന്റെ ഒരു രീതിയൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഇപ്പൊ തെയ്യം പോലെയുള്ള കലാരൂപങ്ങൾ നമുക്ക് അറിയാം. എന്ന് വെച്ചാൽ ഇവിടെ ഒരു മധ്യ കേരളത്തിലോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലോ ഉള്ളവർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് വടക്കൻ കേരളത്തിലുള്ളവർക്ക് അറിയാം. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സാംസ്കാരിക വ്യതിയാനങ്ങളുടെ ഒരു സ്പേസ് വളരെ കുറവാണ്. കാര്യം ഇതൊരു ഒരു ദിവസം നടക്കുന്ന കഥയാണ്, ഒരു രാത്രി നടക്കുന്ന കഥയാണ്. ഒരു രാത്രി ഒരു വൈകുന്നേരം തുടങ്ങി പിറ്റേ ദിവസം വെളുപ്പിനെ വരെ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ജോഗ്രഫിയോ ഒന്നും നമുക്ക് അതിനകത്തൊരു വരുന്നില്ല, പ്രതിപാദിക്കുന്നില്ല അതിനകത്ത് സിനിമയ്ക്ക്. അതിങ്ങനെ വളരെ ത്രില്ലിംഗ് ആയി കണക്ട് ചെയ്ത് ഒരു ലൈഫ് ഗെയിം എന്ന് പറഞ്ഞ പോലെ ഒരു ഗെയിം പോലെയാണ് ഇത് പോകുന്നത്. സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ എന്താണ് ഇതില്? എന്റെ ക്യാരക്ടർ ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ഞാൻ ദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ക്യാരക്ടേഴ്സ് വരുന്നത്. ഇപ്പം അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ബഡ്ഡി പേര് പോലെ നടക്കുന്ന ഒരു ആളാണ്. അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളാണെങ്കിൽ ചീത്ത കാര്യങ്ങൾ, അതിന് എപ്പോഴും ഒരു സഹായത്തിന് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന. ഇതില് പോലീസ് വേഷം മുമ്പ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? ഞാനിപ്പോ കടുവയില് ചെയ്തിട്ടുണ്ട്. കടുവയില് നെഗറ്റീവ് അല്ലേ? കുറച്ചൊരു ഈ എനിക്കൂടെ ജോണ് പൊതുവെ പല ആളുകളും വിചാരിക്കുന്ന മലയാളിയാണെന്ന് പലർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നത് ജോണിന്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്ന് മലയാളി ആണോ അല്ലയോ എന്നുള്ളത് നമുക്കൊരു, അതായത് ഒരു പാൻ ഇന്ത്യൻ ആക്ടർ ലുക്ക് ഉണ്ട്. പിന്നെ ഒന്ന് വില്ലനും അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാരക്ടറിനും പറ്റുന്ന ഫേസ് ആണ്. അത് ദോഷമാവാം ഗുണമാവാം. അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ ഈ വരുന്ന സിനിമകളിൽ അങ്ങനെ അതൊരു നെഗറ്റീവ് ആയിട്ടുണ്ടോ അതോ പോസിറ്റീവ് ആണോ ആയിരിക്കും ഈ ലുക്ക്? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ 2 കാര്യങ്ങളിൽ അല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിരുന്നു. കാരണം എല്ലാം ഈ പറഞ്ഞ ഭയങ്കര നെഗറ്റീവ്. ഇപ്പൊ മാൻമേല് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് കുറെ പരിപാടി അങ്ങനത്തെ ഒരു പരിപാടികൾ മാത്രം വന്നു, ചെറുതും വലുതുമായിട്ട്. ഒരുവിധം കുഴപ്പമില്ലാത്ത പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കും മടുപ്പായി. കാരണം ഇത് ഒരേ പാറ്റേൺ എനിക്കിതിന്ന് പൊട്ടി പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഒരേ സംഭവം. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്താ പറയണം, നീ ആ പടത്തിൽ ചെയ്താൽ തന്നെയാണ് ഇതിനകത്തേക്കുന്നത്. ഇപ്പൊ ഞാൻ ചിന്തിക്കും ശരിയാണ്. ഇപ്പൊ വേറൊരു നമ്മളെ വിളിക്കുന്ന ആൾക്കാർ ആന്തരികത്തെ ചെയ്ത് അതേപോലെ അങ്ങനെ തന്നെ ടൈപ്പ് കാസ്റ്റ് പ്രശ്നങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പോലീസ് ക്യാരക്ടർ ചെയ്തത്. പിന്നെ പടപടവേ പോലീസ് എനിക്ക് ഒരുപാട് പടം ഒഴിവാക്കി. വേറെ ഒന്നുമില്ല, എല്ലാം ഈ കുറഞ്ഞ ചെറിയ 2-3 സീനുകളും ഇത് ഒന്നും ചെയ്യാനില്ല. ചിലപ്പോൾ നായകനെ അറസ്റ്റ് ചെയ്യേണ്ട സീനായിരിക്കും, പക്ഷെ മെയിൻ സീനായിരിക്കും. പക്ഷെ അതും ഞാൻ കുറെ ചവിട്ടി. അപ്പൊ അങ്ങനെ വന്നപ്പോ കുറെ പടങ്ങൾ ഇല്ലാതായി. പക്ഷെ സ്റ്റിൽ ഞാൻ അതൊന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല. എന്തായാലും നല്ല പരിപാടികൾ ഇതിന് ഫ്യൂച്ചറിൽ വരും എന്ന് വിചാരിക്കുന്നു. സിദ്ധാർത്ഥാണെങ്കിൽ ഇപ്പോ പോലീസ് ചെയ്തിട്ടില്ല. കാര്യം മേ ബി എന്റെ ഒരു ഫിസിക്ക് വെച്ചിട്ട് ഒരിക്കലും പോലീസ് വരാൻ സാധ്യത ഇല്ലാത്തൊരു മേഖലയാണ്. പക്ഷെ ഇതെന്തോ അങ്ങനെ വന്നു. അതിന്റെ ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് കാരണം ഞാനിങ്ങനെ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും റെഫറൻസ് പിടിച്ചിരുന്നോ
ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് reference ഇല്ലല്ലോ എനിക്ക്. അല്ല ഞാൻ പറഞ്ഞ പോലീസുകാർക്ക് ആദ്യമായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അതെ, അതെ. എന്ത് ഞാൻ പറഞ്ഞ നമ്മൾ കണ്ടു വളർന്ന അല്ലെങ്കിൽ നമ്മള് നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ഇതുപോലത്തെ ഉള്ള പോലീസ് ക്യാരക്ടേഴ്സ് പഴയ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇന്നസെന്റിനെ പോലെയുള്ള ഒരുപാട് പേര് ചെയ്തു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഫറൻസ് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വേറെയും പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനൊരു ആസ് എൻ ആക്ടർ ഒന്നാമത് എനിക്ക് ഞാൻ ഈ ഡയറക്ഷൻ എന്നുള്ള സാധനം കൂടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും വളരെ ബ്ലാങ്ക് ആയിട്ടാണ് പല സിനിമകളിലും പോകാറുള്ളത്. ഞാൻ പലപ്പോഴും കഥകൾ കേൾക്കാറില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഒരു സൗഹൃദ വലയത്തിലുള്ളതോ അല്ലെങ്കിൽ എനിക്ക് ഒരു ക്യാരക്ടറിന്റെ ഒരു സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഥയുടെ ഒരു ഗ്രാഫ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രിപ്റ്റ് അയച്ചു തരണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ട എന്ന് പറയാറുള്ളൂ. പലപ്പോഴും ഞാനങ്ങ് പ്രിപ്പയർ ആവാതെയാണ് പോകുന്നത്. കാര്യം ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഏതെങ്കിലുമൊക്കെ ഒരു മറ്റേ അഭിനയ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഒക്കെ ലോക്ക് ആയി കഴിഞ്ഞാല് അതായിരിക്കില്ല ചിലപ്പോൾ മറ്റേ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത്. ബ്ലാങ്ക് ആയിട്ട് അതെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു കോൺഫ്ലിക്റ്റ് നടക്കും. ഈവൻ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ പോലും എന്റെ ഉള്ളിൽ അതല്ലല്ലോ എന്ന് സാധനമില്ല. അതുകൊണ്ട് ഞാൻ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷനൊന്നും നടത്താതെയാണ് പലപ്പോഴും ആക്ടിങ്ങിന് പോകുന്നത്. അപ്പൊ ബേസിക്കലി ശരിക്കും സിദ്ധാർത്ഥ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ആണോ ആക്ടിംഗ് ആണോ കൂടുതൽ സീരിയസ് ആയിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്? സീരിയസ്നെസ്സിന് കുറവൊന്നുമില്ല. ആക്ടിങ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കുമല്ലോ. അതെ അല്ല എനിക്ക് ഇഷ്ടം ഒബിയസ്ലി ഡയറക്ഷൻ തന്നെയാണ് എനിക്ക്. പക്ഷെ നടനായിട്ടാണ് വന്നത്. അതെ നടനായിട്ടാണ്. അപ്പൊ ഈ ഡയറക്ഷൻ മനസ്സിൽ വന്നത് പണ്ട് അച്ഛൻ ഡയറക്ടർ ആയതുകൊണ്ടാണോ? ആ ഒരു ചെറുപ്പം മുതലേ അതായിരുന്നു മനസ്സിലുണ്ടായത്? അച്ഛൻ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പത്തില് ഞാൻ ഓർക്കാറുണ്ട് പലപ്പോഴും ഈ സ്കൂളിലൊക്കെ ആണെങ്കിലും ഈ അംബീഷൻ ഒക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ എങ്കിലും പറയും ഡോക്ടർ ആവണം ഇതാവണം എന്നുള്ള. അപ്പൊ എന്റെ ചെറുപ്പം പോലുള്ള അംബീഷൻ എഴുതാനൊക്കെ ടീച്ചർ പറയുമ്പോൾ വലുതാകുമ്പോൾ ആരാഗ്രഹണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ശരിക്കും. കാര്യം അച്ഛൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിരുന്നു. അപ്പൊ അച്ഛന്റെ സുഹൃത്തുക്കൾ അവിടെ വരും. അപ്പൊ ഞാൻ ജനിച്ചു വളർന്നപ്പം മുതലേ കാണുന്നത് ഇത് തന്നെയാണ്. അവരുടെ സംസാരം കേട്ടാണ് വളർന്നത്. ഈ ബർഗ്മാന്, സെന്യൂക്കിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയറക്ടർ ഫ്രാൻസിസ് ഡി കപ്പോള, അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പരിചിതമായ ആരവമാണ് ഇവരെല്ലാവരും. പക്ഷെ അവരെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അവരാരാണെന്നോ അല്ലെങ്കിൽ അവരുടെ സിനിമകൾ എന്താണെന്നോ അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ബർഗ്മാനെയൊക്കെ എനിക്കറിയാം, അച്ഛൻ്റെ ഏതൊരു അടുത്ത കൂട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് എനിക്കറിയാം. അപ്പം എന്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു, വേറൊരു തൊഴിലിലേക്ക് പോകാം എന്നുള്ള. അപ്പൊ ചെറുപ്പം പോലെ അച്ഛൻ ഈ വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലായിരിക്കും അതിന്റെ മെസ്സും കാര്യങ്ങളും വരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും അച്ഛൻ കൂടുതലും ചെയ്യുന്നതൊക്കെ. അന്ന് ഈ ദൂരദർശനിലെ സീരിയലൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും ഷൂട്ടിങ്. അപ്പൊ ഞാൻ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ലൊക്കേഷനിലോട്ട് പോകും. അപ്പൊ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു ഇതുണ്ട്. അപ്പൊ അന്ന് മുതലേ ഈ ഡയറക്ഷൻ എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിൽ. പക്ഷേ ഈ റിയാലിറ്റി ഷോയിൽ വന്നത് നടനാവും, പിന്നീട് നടനാവുന്നു. അപ്പൊ അത് സിനിമയിൽ ഞാൻ പറഞ്ഞ അപ്പൊ വേറെ വഴി നോക്കാമായിരുന്നല്ലോ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. ആ വഴി പോവാതെ എന്തുകൊണ്ട് അഭിനയത്തിലോട്ടൊക്കെ വന്നു? ഇല്ല, അഭിനയത്തിലോട്ട് വന്നത് അത് വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഷോയിലേക്ക് ഞാൻ വരുന്നത്. ഞാനും ജിയോ ബേബി ഡയറക്ടർ ജിയോ ബേബിയും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഓഡീഷന് പോകുന്നതൊക്കെ. അങ്ങനെ പോയി എനിക്ക് കിട്ടിയില്ല, ജിയോയ്ക്കും കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ രണ്ടുപേരെയും കിട്ടിയില്ല. പക്ഷെ ഞാൻ പിന്നീട് അവരെ വിളിച്ചിട്ട് എനിക്ക് എന്തോ ഒരു മറ്റേ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്തോ ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ വരാൻ പറഞ്ഞു. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ പോയ സമയത്താണ് ശരിക്കും ഇത് കിട്ടുന്നത്. അവിടെ മുതലാണ് ശരിക്കും ആക്ടിങ് എന്ന് പറഞ്ഞ സംഭവം സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അത് വന്ന് അതിന്റെ ഫൈനൽ സമയത്ത് എനിക്ക് അതിന്റെ സെക്കൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബെസ്റ്റ് ആക്ടറിൽ. ഫസ്റ്റ് നമ്മൾ സുരഭി എന്ന് പറഞ്ഞ സുരഭി ലക്ഷ്മി ഫസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ജഡ്ജായിരുന്നു രഞ്ജിത്ത് സാറ്, ഡയറക്ടർ രഞ്ജിത്ത് സാറ്. അത് കഴിഞ്ഞ് ഇമീഡിയറ്റ് രഞ്ജിത്ത് സാറ് തിരക്കഥ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്നെ അവിടെ നിന്ന് തന്നെ കാസ്റ്റ് ചെയ്തു. ഇവര് രണ്ടുപേരും കാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെ. അപ്പൊ അങ്ങനെ വന്നു. അത് വന്നു കഴിഞ്ഞ് പിന്നെ അടുത്ത വർക്ക് വന്നു. ശ്യാം സാർ ഋതു ചെയ്തപ്പോഴത്തേക്കും ഋതുവിനകത്ത് വിളിച്ചു. അങ്ങനെ ഒരു പിന്നെ ആ ഫ്ലോയില് പോയി. അന്ന് പിന്നെ ഇവരുടെ ഒരു 2009-10 എന്ന് പറഞ്ഞ കുറെ പേര് വന്ന ഒരു ആസിഫൊക്കെ ഈ വിനയ് ഫോർട്ട് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മലവാടിയിലൂടെ കുറെ പേര് വന്നു. രണ്ട് പടം ഋതു എനിക്ക് ഇഷ്ടം മറക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. റീസെന്റ് ആയിട്ട് എനിക്ക് കണ്ടല്ലോ, എനിക്ക് ഓർമ്മ സൗദി വെള്ളക്കയിലെ ഒരു ക്യാരക്ടറാണ്. അതൊരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കര നമ്മുടെ ടച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് അത്. ഈ പറഞ്ഞ പോലെ വലിയ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ജോണ് എനിക്കൊന്ന് വരവ് യാദൃശ്ചികമായിട്ടുള്ള വരവായിരുന്നു തോന്നുന്നില്ല. അങ്ങനെ സിനിമ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളതാണോ? പ്ലാൻ ചെയ്ത് എനിക്ക് സിനിമ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യായിരുന്നു. പണ്ട് മുതലേ കാസറ്റ് ഒക്കെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ലാലേട്ടൻ,
നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി അപ്പം മുതലേ എനിക്ക് സിനിമയോട് പക്ഷേ ഇതുപോലെ അങ്ങനെ ഒരു സിനിമ കണക്ഷൻ ഫാമിലിയിലും അങ്ങനെ ആരും ഒന്നുമില്ലല്ലോ. ഒരു കണക്ഷനില്ല. അങ്ങനെ അപ്പൊ ആ ഒരു സിനിമയോടുള്ള ഇഷ്ടം കാരണം ഞാൻ സിനിമയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്റെയൊക്കെ സമയം ഒന്നെങ്കിൽ കലാപ്രതിഭയാവണം, അല്ലെന്നുണ്ടെങ്കിൽ മിമിക്രി ചെയ്യണം. ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ മിമിക്രിയൊക്കെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടല്ലാതെ എവിടെയെങ്കിലും പോയി മത്സരിക്കണം ഒന്നും ചെയ്തില്ല. സ്കൂളിൽ നാടകമൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെ ഡയറക്ട് ചെയ്ത് ഞാൻ അപ്പൊ അതെനിക്കൊരു ബേസ് അന്നൊരു ബേസ് ഉള്ളിൽ എനിക്ക് സിനിമ എന്നുള്ളൊരു പരിപാടി. ഇപ്പം ആക്ടിങ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, സിനിമയായിരുന്നു. ആക്ടിങ് എനിക്ക് ചെലവഴിക്കുന്നത് തിയേറ്ററിൽ പോകില്ല, സിനിമ ഭയങ്കര ആഗ്രഹം. അപ്പൊ അങ്ങനെ അന്ന് മുതൽ സിനിമ ആഗ്രഹം, സിനിമയിലേക്ക് എത്തിപ്പെടാൻ ഒരു പ്ലാറ്റ്ഫോം വേണം. അങ്ങനെയാണ് ഞാൻ മോഡലിംഗ് ചൂസ് ചെയ്തത്. മോഡലിംഗ് ഞാൻ അതിന് സിനിമയ്ക്ക് വേണ്ടി ചൂസ് ചെയ്യായിരുന്നു. അങ്ങനെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കൊച്ചി വന്ന് മോഡലിംഗ് ചെയ്തു. ആ സമയത്ത് കുറെ ഓഡീഷൻ, ആ സമയത്തൊക്കെ ഒരുപാട് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ ഓഡീഷൻസ് പോകാൻ, അങ്ങനെ ഓഡീഷൻസ് പോയി ശീലമായി. അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെയാണ് ഈ പറഞ്ഞ ബിജു മാനുവലൊക്കെ. അങ്ങനെ എന്റെ സുഹൃത്തായി. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം തട്ടത്തിന്മാരൊക്കെ എനിക്ക് അരുൺ ചന്തു മറ്റേ ഗഗനയുടെ ഡയറക്ടറിന്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പൊ അവനാണ് എന്നെ തട്ടത്തിന്മരത്തിലേക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യിക്കുന്നതും. അപ്പൊ അങ്ങനെ വന്നു. അപ്പം അങ്ങനെ പോലെ ഇങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെടുക ചെയ്തത് ആഗ്രഹിച്ചിട്ട് തന്നെ. ഉറപ്പായിട്ട് ഞാൻ എന്റെ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ എന്റെ ആഗ്രഹിച്ചിട്ട് ഞാൻ സിനിമ നടൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ സിദ്ധാർത്ഥ് പറഞ്ഞു ഇപ്പൊ ചെറുപ്പത്തിൽ സിനിമ അല്ലാതെ വേറെ ഒന്നും മനസ്സിലായില്ല, ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോണ് ഈ പറഞ്ഞ വന്നു, ഓഡിഷൻസ് ചെയ്തു, കുറെ സ്ട്രഗിൾ ചെയ്തു. ഏതൊരു മൊമെന്റിലാണ് ഇനി ഇത് തന്നെയാ ഇതേ ഉള്ളൂ എന്നൊരു തീരുമാനം എടുത്തത്? എത്ര സിനിമ കഴിഞ്ഞപ്പോഴാണ്? സിനിമ കഴിഞ്ഞപ്പോഴല്ല, ഞാൻ എന്റെ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ ഇതാണ് ചെയ്യാൻ പോവാന്ന്. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ കുറച്ചാളൊന്ന് വിട്ടേക്ക്, ഞാൻ ഒന്ന് നോക്കട്ടെ. പക്ഷെ എന്റെ മനസ്സിൽ മൊത്തം ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഫസ്റ്റ് ക്ലാസ് പാസ്സായി. അപ്പൊ എന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈ പഠിക്കാൻ പോയിട്ട് വേറെ പരിപാടിക്കൊന്നും പോകാൻ പറ്റില്ല, പഠിക്കുക എല്ലായിടത്തുള്ള എല്ലാ വീട്ടിലുള്ള കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ആവേശം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ കുറെ സപ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയി ഒരു സുബ്രാത് എന്നോട് ഫാദർ പറഞ്ഞു, നീ ഇത് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു പരിപാടി നടക്കുന്നുണ്ടോ? അതെന്നെ ഹോൾഡ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ കേൾക്കുമായിരിക്കും. അങ്ങനെ ഞാൻ പഠിച്ച് പാസ്സായ ശേഷം ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് ഇനി കുറച്ച് സമയമാണ്, ഞാൻ എന്റെ വഴിക്ക് പോട്ടെ. ഞാൻ വന്നിട്ട് ഷിപ്പ്യാർഡ് ജോലി ചെയ്തു. അതിന്റെ കൂട്ടത്തിലാണ് ഈ എഡിഷനും കാര്യങ്ങളും മോഡലിംഗ് ഒക്കെ ചെയ്തത്. 2010 ആ സമയം പോലെ സിനിമയാണ് എന്റെ ഫോക്കസ്. അപ്പൊ തന്നെ ഉറപ്പിച്ചു ഇനി തന്നെ ഉള്ളൂ എന്നുള്ളത് ഉറപ്പിച്ചു. സിനിമയാണ് പറഞ്ഞു. ഇപ്പൊ സിദ്ധാർത്ഥ ഡയറക്ടറും കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഇതിനു മുമ്പ് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലല്ലോ? ഇതില്ലല്ലോ ഞങ്ങൾ കുറെ പരിചയമുണ്ട്. അല്ല ഇപ്പൊ അടുത്ത സുഹൃത്തിന്റെ നെയ്ബർ ആയിരുന്നു. അങ്ങനെ അപ്പൊ ഈ ആള് ഡയറക്ടറും കൂടി ആയതുകൊണ്ട് ഈ ഒരുമിച്ച് അഭിനയിക്കുമ്പോ നിങ്ങൾ മാറി നിന്ന് നോക്കുമ്പോൾ ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ കൂടി ഇതിൽ നമ്മുടെ ഒരു സംവിധായകൻ കൂടി നടനാവുമ്പോൾ എന്താണ് ആളുടെ ഒരു ക്വാളിറ്റി? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചേട്ടൻ ഇടയ്ക്ക് നോക്കും. ചേട്ടൻ ഇപ്പൊ ഞാനിതിൽ ചെയ്തോണ്ടിരിക്കും, ചേട്ടൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ മാറ്റി എടാ കൊള്ളാം ചേട്ടാ, ആക്ടറല്ല ഡയറക്ടറായിട്ട് ഇല്ലടാ കൊള്ളാം നീ നല്ലതെന്ന് പറയും. അതല്ലാതെ എനിക്ക് ചേട്ടൻ വേറെ എനിക്ക് അങ്ങനെ ഒരു ഡയറക്ടറിനുള്ളൊരു റെസ്പെക്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ജെല്ലുണ്ട്. ഞാൻ ചേട്ടനായിട്ട് എനിക്ക് ഭയങ്കര കമ്പനിയാണ്. എന്ത് കാര്യം ചോദിക്കാം, ഞാൻ എന്ത് പൊട്ടത്തരം ചോദിക്കാനുണ്ട്. ചേട്ടൻ അതുപോലെ എന്റെ അടുത്ത് ഈ ഡയറക്ടർ ആയതുകൊണ്ട് ചില കുഴപ്പങ്ങൾ അതിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അത് പ്രത്യേകിച്ച് ഒരു അഭിനയിക്കാൻ വിളിക്കുമ്പോൾ വേറെ സംവിധായകൻ അവൻ ഡയറക്ടറാണ്, അവനോട് വന്ന് കൈ കടത്തും, ഇങ്ങനെ ചിന്തിക്കാം. അത് പക്ഷെ ഒരു പല ക്യാമറാമാൻമാരും നമുക്ക് പല എക്സാമ്പിൾസ് ഉണ്ട്. ഒരു ക്യാമറാമാൻ ഒരു സിനിമ സംവിധായകനായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ക്യാമറാമാൻ ആയിട്ടുള്ള വർക്കുകൾ കുറയുന്നത് നമ്മൾ കാണുന്നിട്ടുണ്ട്. അതൊരു പരസ്യമായ രഹസ്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു സംവിധായകനായ ശേഷം പിന്നീട് അവർ നടക്കുന്ന രീതിയിലുള്ള ഒരു അവസരങ്ങൾ കുറയുന്ന പോലെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ അങ്ങനെ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മളിപ്പോ ഞാൻ ശരിക്കും പറഞ്ഞ ആക്ടറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ ബേസിക്കലി എല്ലാരും പറയുന്നൊരു കാര്യമാണ്, എന്റെ സർക്കിളുമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാരും പറയുന്ന കാര്യം, ഞാൻ ഭയങ്കര ഉഴപ്പനായിട്ടൊരു മനുഷ്യനാണ് എന്നാണ്. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഒന്നിനു വേണ്ടിയിട്ടും അതിനുവേണ്ടി ഒരു ഭയങ്കരമായ ഒരു തീവ്രമായി ഞാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഡയറക്ഷൻ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യാനായിട്ട് 101 ചോദ്യങ്ങളാണ് എന്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരുപാട് നാളെ കഥ ഇങ്ങനെ കൊണ്ടു നടക്കുകയും ഒക്കെ, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി കുറെ സ്ട്രഗിള് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ അതെല്ലാം സ്ട്രഗിൾ തന്നെയാണ്.
പക്ഷെ സിനിമ സംഭവിക്കണമെങ്കിൽ അതിൽ എന്തായാലും ഒരു എഫേർട്ട് ഇടാതെ ഒരിക്കലും അത് നടക്കില്ല ഇപ്പൊ സഖാവായാലൊക്കെ വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതെ, അതെ, കൊച്ചു അതെ. സിനിമകളല്ല ഞാൻ പറഞ്ഞ കൊച്ചു അത്യാവശ്യം സ്റ്റാർ കാസ്റ്റിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ അതൊരു എഫേർട്ട് ഉഴപ്പനെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ അല്ല, പക്ഷെ പറ്റില്ല. എന്താ പറയാ, അതിനകത്ത് എനിക്കത് ഞാൻ ഇത്രയും ചെയ്തപ്പോ തന്നെ എനിക്ക് ഇത്രയും ഉണ്ടായിരുന്നു, ചില സാധനങ്ങൾ, ചില റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും നന്നായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ശരിക്കും എനിക്ക് കുറച്ചുകൂടെ ഒരു ഇത് ചെയ്യാമായിരുന്നു എന്ന്. കൂടുതൽ സിനിമകൾ ചെയ്യാമായിരുന്നു എന്നാണോ? കൂടുതൽ സിനിമകളോ അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ആക്ടിങ്ങിന്റെ ആണെങ്കിൽ പോലും അത് ഇപ്പൊ ഞാൻ ഒരു 10 പേരോട് അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഡയറക്ടേഴ്സിനോട് പോയിട്ട് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് അഭിനയിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ചെയ്തതിനേക്കാൾ കൂടുതൽ സിനിമകൾ എനിക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യാതിരുന്നത് ഒരു മോശമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ ചോദിക്കുന്ന മോശമാണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ചോദിക്കണം, അവസരങ്ങൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം അദ്ദേഹം ഡയറക്ഷനിലായിരിക്കും, സിദ്ധാർത്ഥ ഡയറക്ഷനിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, പുള്ളിക്ക് ആക്ടിങ് താല്പര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു നമ്മളെ ഒരു മീൻസ് ഓഫ് നമ്മുടെ ഒരു ഫുഡ് കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു ആവശ്യം കൂടെയാണല്ലോ. അപ്പം ആക്ടിങ് എനിക്ക് കൊണ്ടിരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യൽ ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ആക്ടിങ്ങിൽ കൂടെയാണ് കിട്ടുന്നത്. പലപ്പോഴും ഞാൻ ആക്ടിങ്ങിലൂടെ കിട്ടുന്ന പൈസ കൊണ്ടാണ് പലപ്പോഴും ഞാൻ സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ 9 സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 3 സിനിമകളാണ് ഒരു ഭയങ്കര കൊമേഴ്സ്യലി ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒരു എന്റേതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വ്യൂഹം അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫുള്ളി ആക്ടിങ്ങിലൂടെയാണ്. അപ്പൊ ഞാൻ അഭിനയിക്കുന്നതിന്റെ ഒരു കാരണം, ഞാൻ അഭിനയിക്കുന്ന പൈസ വെച്ച് ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ടില്ല. ഞാൻ ആകെ ഇട്ടിട്ടുള്ള വേറെ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ സിനിമയിലാണ് ഞാൻ നിക്ഷേപിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു പാഷൻ എന്ന് പറയുന്നത് ശരിക്കും 100% പാഷനേറ്റ് ആയിട്ട് ശരിക്കും സ്വന്തമായിട്ടുള്ള ഇഷ്ടമുള്ള സിനിമകൾ സംവിധാനം ചെയ്യും. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ബെസ്റ്റ് ഡയറക്ടർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയൊക്കെ ഇതെല്ലാം പ്രൊഡക്ഷൻ ഞാൻ തന്നെയാണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രൊഡക്ഷൻ ആണെന്ന് ചോദിച്ചൊന്നുമല്ല, കുറെ സുഹൃത്തുക്കള് നമുക്ക് കൂട്ടായ്മയിലുണ്ടാകുന്ന സിനിമകളാണ്. അപ്പൊ അത്തരം സിനിമകള് ഉണ്ടാക്കാനായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ അഭിനയിച്ച സിനിമകൾ തന്നെയാണ്. ഒബിയസ്ലി ഒരു എന്താ പറയാ നല്ല പ്രൊഡക്ഷനിലുള്ള സിനിമയിൽ പോയി ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സ്വന്തം സിനിമ സംവിധാനം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഫുള്ളി കോൺഫിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവിൻസ്ഡ് ആയിട്ടുള്ള സിനിമകളെ ചെയ്യുള്ളൂ. അഭിനയിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാത്ത സിനിമയായിരിക്കാം, ഇഷ്ടമില്ലാത്ത സ്ക്രിപ്റ്റ് ആയിരിക്കാം. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ പണത്തിന് വേണ്ടിയാലും പോയി അഭിനയിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഉള്ളിലൊരു സംവിധായകന്റെ ഒരു എന്താ പറയാ, സംവിധായകന് ഒരു രോഷം വരാറുണ്ടോ? എനിക്ക് സംവിധായകനായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ. പക്ഷെ അതിനകത്തുള്ള ഒരു സംവിധായകന്റെ രോഷത്തേക്കാൾ കൂടുതൽ ഒരു കാണിയുടെ രോഷമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ജോണിലും ഇറങ്ങി വരാം. കാര്യം എന്താ അറിയോ, അതിനകത്ത് ഞാനതിനെ കാണുന്ന ഒരു സംവിധായകന്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ഞാനിതൊരു പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നത് അയ്യോ ഇത് ബോറാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് പല സാധനങ്ങളും. അയ്യോ ഇത് അപ്പം ഞാൻ ഡയറക്ടറോട് സംസാരിക്കും, ചേട്ടാ ഇങ്ങനെ ഈ ഒരു സംഭവം ഞാൻ ഇത്രയും ഓവറാക്കി ചെയ്യണോ, അത് കുഴപ്പമില്ല അതങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആഫ്റ്റർ ഓൾ അത് അദ്ദേഹത്തിന്റെ ഒരു വിഷനാണത്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ചിലത് എനിക്ക് കൺവിൻസ്ഡ് ആവാറുണ്ട്, ചിലത് ഞാൻ പറയുന്നത് അവർക്ക് കൺവിൻസ്ഡ് ആവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ചകളിലൂടെയൊക്കെ ഇതാവാറുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഇടപെടില്ല. എങ്കിലും തോന്നുന്നത് ഒരു പരിധി. അതെ, പക്ഷെ എപ്പോഴും ഞാനൊരു ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാനൊരു പ്രേക്ഷകന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത ഒരു സിനിമ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്. ജോൺ എങ്ങനെയാണ് ഇതുപോലെ ഇഷ്ടപ്പെടാത്ത അല്ലെ? എനിക്ക് അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഞാൻ ആദ്യം ചെയ്ത ഈ പറഞ്ഞ ആത്മഹത്യയൊക്കെ ചെയ്തപ്പോഴ് എനിക്ക് ഈ കൊച്ചു പിള്ളേരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ശാരീരിക പീഡനം എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ ചില കഥകളെ കേൾക്കുമ്പോൾ തന്നെ ചേട്ടാ ഞാൻ ചെയ്യാൻ വേണ്ടിയാണ്, എനിക്ക് റേപ്പ് സീൻ അങ്ങനത്തെ പരിപാടികളൊന്നും തരാതിരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കത് എന്റെ വീട്ടിൽ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അപ്പനും അമ്മയ്ക്ക് ഭയങ്കര ഓർത്തഡോക്സ് ആണ്. അപ്പൊ കുറച്ചൊക്കെ ഞാൻ അത് എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തോ ഒരു വിഷമോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സീനുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും. എനിക്ക് ഇഷ്ടമല്ല ചെയ്യാൻ. അപ്പൊ അത് കൂടുതലും വരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് പടം കുറവ്. എനിക്കത് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെ എനിക്കത് ഞാൻ
ഫ്യൂച്ചറിൽ ചിലപ്പോൾ നല്ല കുറച്ച് പരിപാടികൾ ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ അത് ചെയ്യാതിരിക്കും. എനിക്കിപ്പോ എന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന ചില ആൾക്കാർ ഇങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കും. അല്ല എനിക്ക് തന്നെ ജോണിനെ ഞാനിപ്പോ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. എന്റെ മനസ്സിൽ ജോണ ഫസ്റ്റ് വരുന്നത് തൃശ്ശൂർ പൂരത്തിലെ ആ ഒരു എന്റെ മനസ്സിൽ ജോണ പോലെ തൃശ്ശൂർ പൂരവും ആൻമറിയൊക്കെയാണ് എന്റെ മനസ്സിൽ. ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ട് ചെയ്ത സീനേ അല്ല. ഇങ്ങനെ നോക്കുന്നത് നിനക്കൊരു ലൈംഗിക അല്ല കുൽസിതം അതിന് സിദ്ധാർത്ഥ ബേസിക്കലി അപ്പൊ ജോണ ശുദ്ധനാണോ ഒരു പാവമാണോ? അങ്ങനെയൊക്കെ ഇവനൊരു ലൈംഗിക കുൽസിത സീനിൽ അഭിനയിപ്പിച്ചാലോ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. അല്ലാണ്ട് അങ്ങനെ വരാറുണ്ട്. തൃശ്ശൂർ ഞാൻ ചെയ്ത സമയത്ത് എനിക്കത് ഞാൻ ഒട്ടും ഹാപ്പി അല്ല. ഞാൻ ആ സീൻ ചെയ്ത് കഴിഞ്ഞ് പോയി എങ്ങനെ ആയിരിക്കും അവിടെ പടം വന്നു പടമായിരിക്കും ഓക്കെ പടത്തിനകത്ത് നീ ചെയ്ത പരിപാടി നല്ലതാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് ആ സമയത്ത് ഭയങ്കര. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞിട്ടുള്ളൂ ഈ പറഞ്ഞ ബംഗാളി സീൻ ഉണ്ടല്ലോ. പല ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലിപ്പം ബംഗാളികളാണല്ലോ ഇവന്മാർ ഈ സീൻ കണ്ടു സാർ ഈ പടത്തിലല്ലേ സാർ എന്റെ കുറെ ആൾക്കാർ അങ്ങനെ വന്നു. പിന്നെ ഇതിങ്ങനെ അതിന്റെ റീച്ച് ഭയങ്കരമായിട്ട് ആ ഒറ്റ സീൻ ആ വണ്ടി വരുന്നതും പിന്നെ ആ തുണി വരുന്നതും ആ സീൻ ഭയങ്കരമായിട്ട് റീച്ചായി. പല ലാംഗ്വേജിലും ഡബ് ചെയ്ത് പോയി. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാനത് അങ്ങനത്തെ പരിപാടി ചെയ്യുന്ന എന്തായാലും രണ്ടുപേരും ഇനിയിപ്പോ കന്നഡയിലും കൂടി എത്തി. സിദ്ധാർത്ഥ ആദ്യമായിട്ടല്ലേ കന്നഡ ചെയ്യുന്നത്? ജോണം ആദ്യമായിട്ടാണ് കന്നഡ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും റിലീസ് ആവാൻ പോവാണ്. അപ്പൊ എന്താണ് ഇനിയിപ്പോ പ്രതീക്ഷ? കേരളം കടന്നു, പാൻ ഇന്ത്യ ആയി. അല്ല ഉറപ്പായിട്ടും പാരന്റിയം പടങ്ങൾ ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരാളാണ്. എല്ലാം നേരത്തെ അമരൻ ചെയ്തു അല്ലെ? അമരനും ചെയ്തു. ഇപ്പൊ കൂടുതൽ അവസരങ്ങൾ വരുന്നത് പുറത്തുനിന്നൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ പുറത്തുനിന്ന് എനിക്ക് വരുന്നുണ്ട്. തെലുങ്കിൽ ഇപ്പൊ 1-2 പരിപാടി എനിക്ക് വന്നിരുന്നു. ഒരെണ്ണം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അടുത്ത ചിലപ്പോ ഒരു നല്ലൊരു വീഡിയോ ചെയ്യാം. സിദ്ധാർത്ഥൻ എങ്ങനെയാണ് അടുത്ത ഡയറക്ഷൻ? ഞാനിപ്പോ ഒരു വർക്കിലാണ്. ഞാൻ ബയോപിക് ഞാൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. അതിന്റെ പോസ്റ്റ് മോർട്ടം വർക്ക് നടക്കുന്നത്. ഡോക്ടർ BP ഗംഗാധരൻ അദ്ദേഹത്തിന്റെ ജീവിതകഥയെ ബേസ് ചെയ്തിട്ട് ഒരു അൺടോൾഡ് പുള്ളിയുടെ ഒരു ചെറുപ്പം മുതലുള്ള ബേസ് ചെയ്തിട്ട് ബയോപിക് ഇറക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പോസ്റ്റ് മോർട്ടം പരിപാടികൾ ഇപ്പൊ അതിന്റെ ഇതിലാണ് കൂടെ അഭിനയവും അങ്ങനെ പോകുന്നു അല്ലെ? ഇപ്പൊ ഇതൊക്കെ അഭിനയിച്ചിട്ടുള്ള പൈസ വെച്ചിട്ട് പിന്നെ ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ സിനിമ ജി മാർത്താണ്ഡൻ അതിനകത്തൊരു ചെറിയ ക്യാരക്ടർ റിലീസ് ആവാൻ പോണു അല്ലെ? അപ്പൊ എന്തായാലും ഓഡിയൻസോട് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, മാർച്ച് 6 തീയതി പടം തിയേറ്ററിൽ നിന്ന് കാണുക. ഒരിക്കലും ഇപ്പൊ ഈ പോസ്റ്ററൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് കന്നഡ പടം അല്ല ഒരു തെറ്റിദ്ധാരണയുണ്ട് പല ആളുകൾക്ക് ഇതൊരു ഡബ് പടം. നമ്മൾ മലയാളത്തിൽ തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഇതിപ്പോ ഇറക്കാൻ പോകുന്നത്. കന്നഡയ്ക്ക് വേറെ പടം. അപ്പൊ ഇത് മലയാളം തന്നെയാണ്. മലയാളം പടം വന്ന് കാണുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.